വേറൊരു വലിയൊരു ആയുർവേദ കമ്പനി നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഈ ഒരു പ്രൊഡക്റ്റുകൾ ഈ റേഞ്ചിൽ നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ട്. അവരും ഈ പല മിസ്റ്റേക്കും വരുത്തി വേണോ വേണ്ടേ ശങ്കിച്ചേക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ അത് ഒരു ഓൺഗോയിങ് പ്രൊജക്റ്റാണ് ഞങ്ങളെ സംബന്ധിച്ചും വലിയൊരു കീ ബ്രാൻഡാണത്. ഓഫ് കോഴ്സ് അപ്പോൾ ഇതെല്ലാം കണ്ടതിന് ശേഷമാണ് അവർ വരുന്നത്. നമ്മൾ ഈ ബ്രാൻഡിന് വേണ്ടി ഹെൽപ്പ് ചെയ്തപ്പം അവരുടെ നിന്ന് സോഴ്സ് ചെയ്യുന്ന ഒരു മാനുഫാക്ചർ ആയിരുന്നു അത്. അവരോട് ചോദിച്ച് അവരുടെ ത്രൂ വന്ന് നമുക്കങ്ങനെ ഓഫർ വരുന്നുണ്ട്. അപ്പോൾ യെസ്, ഈ പറഞ്ഞ പോലെ ഒരു ബിസിനസ് ഞങ്ങൾ വേറെ ബിസിനസ്സിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഒരു എത്തിക്സ് അനുസരിച്ച് നമ്മൾ ഒരു കാറ്റഗറിയിൽ ഒരേപോലത്തെ ഒന്നോ രണ്ടോ പ്രൊഡക്റ്റ് നമ്മൾ ചെയ്യില്ല. എന്ന് വെച്ചാൽ അത് ഒരു മിസ്ട്രസ്റ്റ് ഉണ്ടാകും. ഇപ്പം ഞാനൊരു ഹാൻഡ് മെയ്ഡ് സോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ വേറൊരു ബ്രാൻഡ് അത് എത്ര വലുതാണെങ്കിലും ഇപ്പം എക്സിസ്റ്റിംഗ് ചെയ്യുന്ന ബ്രാൻഡിൻ്റെ എത്രത്തോളം കോൺട്രാക്റ്റ് ഉണ്ട്, ഏതുവരെ എൻ്റെ NDA ഞങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ടോ അതുവരെ ഞങ്ങൾ നെക്സ്റ്റ് ബ്രാൻഡ് എടുക്കില്ല. ഈവൻ ഔട്ട്സൈഡ് ഇതിന് വരികയാണെങ്കിൽ നമ്മൾ സാധാരണ പറയണം അത് ഞങ്ങൾക്ക് ഗുണം ചെയ്തിട്ടേ ഉള്ളൂ. അതിന് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുള്ളൊരു ബ്രാൻഡ് ഉണ്ട്. ഇവരുമായിട്ടുള്ള കോൺട്രാക്ട് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് വന്നിട്ടുള്ള ബ്രാൻഡുകളുണ്ട്. അത് ഞങ്ങളുടെ ഒരു ബിസിനസ് എത്തിക്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ, ഇൻറ്റേർണൽ കോമ്പറ്റീഷൻ ഒഴിവാക്കാൻ ഞങ്ങൾ മനഃപൂർവ്വം ചെയ്യാറുണ്ട്.